ഹായ് ഗൈസ്, ഐ എം മുഹമ്മദ് സാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഓൺ ഇൻകം CA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് കോൺസെപ്റ്റോട് കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് AS22 നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ AS22 എങ്ങനെ പഠിക്കാൻ ബെറ്റർ എന്ന് പറഞ്ഞാൽ AS22 കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടിയാൽ AS22 എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കിട്ടും. ആ കൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടണം. ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഞാൻ കറക്റ്റ് ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നോട്ടിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പ്ലസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ്സിൽ AS22 ഞങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് എടുക്കാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ എഴുതിണ്ടാക്കിയ നോട്ടാണ്. അപ്പോൾ AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഓൺ ഇൻകം. ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. കറണ്ട് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് എന്താണ്. ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പറയുന്നത് ഡെഫേർഡ് ടാക്സിനെ കുറിച്ചിട്ടാണ്. കറണ്ട് ടാക്സ് എന്താണെന്ന് അറിയണം, ഡെഫേർഡ് ടാക്സ് എന്താ അറിയണം. അപ്പം നമ്മൾ ആദ്യം കറണ്ട് ടാക്സ് എന്താണെന്ന് പഠിക്കാം. കറണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഇൻകം ഉണ്ടാവില്ലേ, നമ്മൾ ഇൻകം ടാക്സിലെ ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലെ വരുന്ന ടാക്സ് ആണ് കറണ്ട് ടാക്സ്. നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന ടാക്സ് ആണ് കറണ്ട് ടാക്സ്. അത് നമ്മൾ ഏത് രൂപത്തിലാണ് കണ്ടെത്തുക? ഇൻകം ടാക്സിൻ്റെ പ്രകാരത്തിലാണ് നമ്മൾ കറണ്ട് ടാക്സ് കണ്ടെത്തുക. ഇനി ഡെഫേർഡ് ടാക്സ്. എന്താണ് ഡെഫേർഡ് ടാക്സ്? ഈ നമ്മളെ അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അക്കൗണ്ടിങ് പ്രകാരമായിട്ട് ഉണ്ടാക്കുക. പ്രോഫിറ്റ് ആർ ലോസ് നമ്മൾ അതിൻ്റെ റൂൾ പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ തമ്മിൽ ടൈമിൻ ഡിഫറൻസ് എന്ന സാധനം കൊണ്ട് ഉണ്ടാവുന്നതാണ് ഡെഫേർഡ് ടാക്സ്. ഇറ്റ് ഈസ് ദ ടാക്സ് എഫക്റ്റ് ഓൺ ടൈമിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് ഉണ്ടാകുക. അപ്പോൾ അക്കൗണ്ടിങ് അഥവാ പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മളിത് കാണിക്കണം. ഡെഫേർഡ് ടാക്സ് രണ്ട്, പിന്നെ നമുക്ക് ഡെഫേർഡ് ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ A-B ആയിട്ട് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. ഡെഫേർഡ് ടാക്സ് അസറ്റും ഉണ്ട്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്. അസറ്റും ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഡെഫേർഡ് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ കറണ്ട് ടാക്സ് പഠിച്ചു. കറണ്ട് ടാക്സ് എന്താ? നമ്മൾ അക്കൗണ്ടിങ് പ്രകാരമല്ല, ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ അടക്കുന്ന ടാക്സ് ആണ് കറണ്ട് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് പ്രകാരം നമ്മൾ ടാക്സ് കണ്ടെത്തിയിട്ടുണ്ടാവും, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പ്രകാരം ചിലപ്പോൾ ആയിരിക്കില്ല നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ചത്. അത് തമ്മിലുള്ള ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡെഫേർഡ് ടാക്സ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടൈമിൻ ഡിഫറൻസ് മാത്രമാണ്. അത് ഇതിലൊരു മെയിൻ കണ്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഡെഫേർഡ് ടാക്സ് എന്ന് പഠിക്കാം. ഡെഫേർഡ് ടാക്സ് എന്താണ്? ടൈമിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഇനി അതിൽ രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യത്തിൽ ഡെഫേർഡ് ടാക്സ് അസറ്റും ഉണ്ടാവാം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. നമ്മൾ അതെന്താണ് പഠിക്കാൻ പോകുന്നത്. ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ കറണ്ട് ആദ്യം നമുക്ക് ഡെഫിനിഷൻ. ഡെഫേർഡ് ടാക്സ് അസറ്റ് മീൻസ് പെയ്ഡ് മോർ ടാക്സ് ഇൻ കറണ്ട് ഇയർ ബട്ട് വിൽ പേ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ ഇയർ. അഥവാ ഇപ്രാവശ്യം നമ്മൾ അക്കൗണ്ട് ടാക്സ് പ്രകാരം കൂടുതൽ ടാക്സ് ഗവൺമെൻറ്റിന് അടിച്ചു. എങ്ങനെ? ടാക്സ് പ്രകാരം കൂടുതൽ ടാക്സ് പ്രകാരം ഗവൺമെൻറ് പേ ചെയ്തു, പക്ഷെ അക്കൗണ്ട്സ് പ്രകാരം നമ്മൾ പേ ചെയ്തിട്ടില്ല. ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഡെഫേർഡ് ടാക്സ്. അത് നമ്മൾ പ്രൊവിഷൻ വായിച്ചിട്ട് പോവാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് എങ്ങനെ വെച്ചാൽ മീൻസ് പെയ്ഡ് ലെസ് ടാക്സ് കറണ്ട് ഇയർ ബട്ട് വിൽ പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. അപ്പോഴാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ഞങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് പ്രോഫിറ്റും ഉണ്ട്, ടാക്സബിൾ പ്രോഫിറ്റും ഉണ്ട്. ടാക്സ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്. നമുക്ക് റവന്യൂ ആയിട്ട് കിട്ടിയത് ഇപ്രാവശ്യം 1000. അത് അക്കൗണ്ടിങ് പ്രകാരമാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. അതിൽ നമുക്ക് അക്കൗണ്ട്സിൽ എക്സെപ്ഷൻസ് കിട്ടിയത് എത്രയാണ്? 700. അപ്പം നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 300 ഉണ്ട്. ടാക്സബിൾ റേറ്റ് നമ്മൾ 15% ആണെന്ന് കൂട്ടിക്കോളൂ കേട്ടോ. 15% ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ടാക്സ് ഇറക്കേണ്ടത് അക്കൗണ്ടിങ് പ്രകാരം 180 നമ്മൾ ഇപ്രാവശ്യം ടാക്സ് ഇറക്കണം. ഓക്കെ. പക്ഷെ നമ്മൾ ടാക്സ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് റവന്യൂ എത്രയുണ്ട്? 1000 ഉണ്ട്. എക്സ്പെൻസ് നമുക്ക് കിട്ടിയത് 800 ആണ്. ഇവിടെ എന്താണ്? എക്സ്ട്രാ 100 നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എക്സ്ട്രാ 100 ഡിവിഡൻഡ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് എത്രയുണ്ട്? ലാസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ടുള്ളത് 200 ഉണ്ട്. 200ൻ്റെ 50% ടാക്സ് അടിച്ചാൽ 100 റുപ്യ നമ്മൾ ഇപ്രാവശ്യം ടാക്സ് അടക്കുന്നത്.
അതാണ് നമ്മളെ കറണ്ട് ടാക്സ്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് കറണ്ട് ടാക്സ്. കറണ്ട് ടാക്സ് എന്താ? ടാക്സബിൾ ഇൻകത്തിൻ്റെ മേലെ പേ ചെയ്യുന്ന ടാക്സ് ആണ് കറണ്ട് ടാക്സ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ടാക്സ് നമ്മൾ അടിച്ചത് എത്രയാണ്? എൻ്റെ 100. നമ്മളെ അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് എത്രയാണ് ടാക്സ് അടക്കേണ്ടത്? എത്രയാണ്? 150. അപ്പോൾ ഈ ഡിഫറൻസ് വരുന്നത് നമ്മൾ 150 അടക്കേണ്ടടുത്ത് നമ്മൾ 150 ഗവൺമെൻറ് കൊടുക്കേണ്ടടുത്ത് നമ്മൾ 100 കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ നിന്ന് അത് കൊടുക്കും വേണം. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. 50 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. കറണ്ട് നമ്മൾ 100 പേ ചെയ്തു, ഫ്യൂച്ചറിൽ നമ്മൾ ഇനി 50 കൊടുക്കും വേണം. അപ്പോൾ നമ്മളത് ലയബിലിറ്റി ക്രിയേറ്റ് ആയിക്കാണ് അവിടെ. എന്തുകൊണ്ടാണ്? ഇപ്രാവശ്യം നമുക്ക് ആ ഡിഡക്ഷൻ കിട്ടിയില്ല. നമുക്ക് ഇപ്രാവശ്യം ആകെ 700 ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. റവന്യൂ നമുക്ക് 1000 ഉണ്ട്, എക്സ്പെൻസ് നമുക്ക് 700 ആയിട്ടും കിട്ടീന്. പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അക്കൗണ്ടും പ്രകാരം 300 അപ്പം കിട്ടിയത്. ആ 300ൻ്റെ 50% ടാക്സ് അടിച്ചാൽ 150. ഓക്കെ. ആ സമയത്ത് നമ്മൾ ടാക്സ് പ്രകാരം പ്രോഫിറ്റ് കണ്ടപ്പോൾ റവന്യൂ നമുക്ക് 1000 ഉണ്ട്, ഡിഡക്ഷൻ നമുക്ക് എത്ര കിട്ടി? എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയത് 800 കിട്ടി. പ്രോഫിറ്റ് ആകെ ബിഫോർ ടാക്സ് 200 ആണ്. അതിൽ 50% പ്രോഫിറ്റ് ടാക്സ് അടിച്ചാൽ നമുക്ക് 100 പ്രാവശ്യം ടാക്സ് അടിച്ചിട്ടുള്ളൂ. ബട്ട് നമ്മൾ എത്ര അടക്കേണ്ടിയിരുന്നു? 150 അടക്കേണ്ടിയിരുന്നു അക്കൗണ്ടിങ് പ്രകാരം. അപ്പോൾ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ നമ്മൾ അക്കൗണ്ട്സ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ജേണൽ എൻട്രി നോക്കാം. നമ്മൾ എത്ര ടാക്സ് പേ ചെയ്തത്? 100. അപ്പം പൈസ പോകുമ്പോൾ ക്യാഷ് മറ്റേ ഡെബിറ്റ് ചെയ്യേണ്ടത് ടാക്സ് എക്സ്പെൻസ്. നമുക്ക് എത്ര കിട്ടിയത്? 150 നമ്മളെ അക്കൗണ്ടിങ് പ്രകാരം. ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് 100. നമ്മൾ എത്ര കൊടുത്തത്? 100 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലയബിലിറ്റി ആയിട്ട് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ 50 പാടെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്തത്. ഓക്കെ. ടാക്സ് എക്സ്പെൻസ് ആയിട്ട് എത്ര? ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 150. ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് 100. ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 50. അതാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ? നേരെ ഓപ്പോസിറ്റ്. നമുക്ക് ബുക്ക് പ്രകാരം അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് 1000 എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. എക്സ്പെൻസ് ആയിട്ട് നമുക്ക് 700 കിട്ടി. 300 നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. സെയിം സാധനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ടാക്സ് പ്രകാരം നമ്മൾ എത്ര ടാക്സ് അടക്കണം? 50% ആണ് നമ്മുടെ ടാക്സ് റേറ്റ്. അപ്പോൾ 150 നമ്മൾ ടാക്സ് ടു ബി പെയ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം നമ്മൾ 150 എന്താണ്? ടാക്സ് കൊടുക്കണം. ഓക്കെ. ഇനി നമ്മൾ ടാക്സ് പ്രകാരം റവന്യൂ നമുക്ക് 1000 ഉണ്ട്, എക്സ്പെൻസ് ആയിട്ട് നമുക്ക് 600 ഉള്ളൂ. നമുക്കൊരു 100 കുറവാണ്. നമുക്ക് ചില എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റാതൊക്കെ ഉണ്ട് ഇൻകം ടാക്സ് പ്രകാരം. അങ്ങനത്തെ സാഹചര്യത്തിൽ ആണ് ഡെഫേർഡ് ടാക്സ് ഇങ്ങനെ 600 ഈ ടൈമിംഗ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് 400 കിട്ടി. ടാക്സ് നമ്മൾ 15% അടിച്ചാൽ 200 ആണ് നമുക്ക് അതിൻ്റെ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടാക്സ് പ്രകാരം കേട്ടോ. അപ്പോൾ നമ്മൾ ടാക്സ് പെയ്ഡ് ചെയ്ത് എത്രയാ? 200. കറണ്ട് ടാക്സ് എത്രയാ? അപ്പോൾ നമ്മൾ ഗവൺമെൻറ് കറണ്ട് ടാക്സ് ആയിട്ട് കൊടുത്തത് 200. പക്ഷെ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് 150 കൊടുത്താൽ മതി. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കി പ്രോഫിറ്റ് ആർ ലോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 150 കിട്ടിയിട്ടുള്ളൂ. ടാക്സ് കൊടുക്കേണ്ട ആവശ്യം 150 ഉള്ളൂ. പക്ഷേ നമ്മൾ അക്കൗണ്ട്സ് പ്രകാരം അതുകൊണ്ട് അപ്പോൾ നമ്മൾ ബുക്കിൽ എന്താ നമ്മൾ കാണിച്ചിട്ടുണ്ടാവുക? ഇതാണ് കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ. 150 നമ്മൾ ബുക്ക് കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ പേ ചെയ്ത് എത്രയാണ്? 200 ആണ്. ആ സാഹചര്യത്തിൽ നമ്മളതിൽ ഡിഫറൻസ് വന്നില്ലേ? അപ്പോഴാണ് ഡെഫേർഡ് ടാക്സിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര കൊടുത്തത്? 200 കൊടുത്തു. ഓക്കെ. 200 കൊടുത്തു ഗവൺമെൻറ്റിന്. 200 കൊടുത്തു. 200 ഗവൺമെൻറ്റിന് കൊടുത്തു. ബട്ട് നമ്മളെ ബുക്കിൽ എത്രയുള്ളത്? 150. അപ്പോൾ ഈ ഒരു 50 ഡെഫേർഡ് ടാക്സ് അസറ്റ്. എന്താണ് അസറ്റ്? എങ്ങനെ അസറ്റായത്? നമുക്ക് ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ കൊടുത്തേക്കാണ്. ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് ക്ലെയിം ചെയ്യാം, തിരിച്ചെടുക്കാം. അതാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. അപ്പം ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ നോക്കാം. ടാക്സ് എക്സ്പെൻസ് നമുക്ക് അത് റേറ്റ് ചെയ്ത് ടാക്സ് എക്സ്പെൻസ് ഇതാക്കണ് 150. ഡെഫേർഡ് ടാക്സ് അസറ്റ് നമ്മളിപ്പോൾ പേ ചെയ്തത് പ്രാവശ്യം എത്രയാണ്? 200. അഥവാ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്താൽ ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 150.
ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ 50 ടു ക്യാഷ് ഓർ ബാങ്ക് 200. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ടിൻ്റെ എക്സാമ്പിൾ പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്താണ്? ടൈമിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ടാക്സബിൾ പ്രോഫിറ്റ്. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റും ഉണ്ട് പറഞ്ഞു, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട് പറഞ്ഞു. എന്താണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്? ഡെഫേർഡ് ടാക്സ് അസറ്റ് മീൻസ് പെയ്ഡ് മോർ ടാക്സ് ഇൻ കറണ്ട് ഇയർ ബട്ട് വിൽ പേ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ ഇയർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ കുറച്ച് കൊടുക്കും, ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ടാക്സ് അടച്ചു. ഇൻകം ടാക്സ് പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ കൂടുതൽ അടച്ചു. അഥവാ 200 നേരത്തെ എക്സാമ്പിൾ, അഥവാ 200 നമ്മൾ അടച്ചു, 200 ഗവൺമെൻറ്റിന് അടച്ചു, ബുക്ക് പ്രകാരം 150 ഉള്ളൂ. അപ്പോൾ ആ 50 കുറവില്ല സാധനം ഫ്യൂച്ചറിൽ നമുക്കത് വിൽ പേ ലെസ് ഫ്യൂച്ചറിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് അടക്കേണ്ടി വരുള്ളൂ. അങ്ങനെയാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് വരുന്നത്. ഈ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മീൻസ് പെയ്ഡ് ലെസ് ടാക്സ് ഇൻ കറണ്ട് ഇയർ ബട്ട് വിൽ പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. എന്നാൽ കറണ്ട് ഇയർ നമ്മൾ കുറച്ച് ടാക്സ് പേ ചെയ്തിട്ടുള്ളൂ, ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ പ്രോഫിറ്റ് കണ്ടപ്പോൾ കുറച്ച് പ്രോഫിറ്റേ കിട്ടിയിട്ടുള്ളൂ, ഫ്യൂച്ചറിൽ നമ്മളത് കൂടുതൽ അടക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. പിന്നെ ഈ ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി മൈനസ് ഡെഫേർഡ് ടാക്സ് അസറ്റ്, അതാണ് ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്, MCQയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലും ഇംപ്ലിമെൻ്റ് ചോദിക്കും. എന്ന് വെച്ചാൽ ടാക്സ് എക്സ്പെൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് കാണേണ്ടത്. അതിൽ വേറൊരു കൺസെപ്റ്റും പാടെ വരുന്നുണ്ട്, മാറ്റും പാടെ വരുന്ന കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നോട്ടായിട്ട് പറയാനുള്ളത് കാര്യമായിട്ട് ഇതിലെന്താണ്? കറണ്ട് ടാക്സ് പെയ്ഡ് ടു ടാക്സ് അതോറിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ടാക്സ് അതോറിറ്റിക്ക് പേ ചെയ്ത് തരുന്നതാണ് കറണ്ട് ടാക്സ്. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് അക്രൂഡ് ഓർ ടാക്സ് പെയ്ഡ്. ടാക്സ് പെയ്ഡ് ചെയ്തതോ അല്ലെങ്കിൽ ടാക്സ് അക്രൂഡ് ആയതിൻ്റെ ഡിഫറൻസ് ആണ്, അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, ഇനി ചാപ്റ്ററിൽ ടൈം ഡിഫറൻസ്, പെർമനൻറ്റ് ഡിഫറൻസ് പറഞ്ഞ 2 കോൺസെപ്റ്റ് ഉണ്ട്. അഥവാ ഞാൻ പറഞ്ഞില്ലേ, ഡിഫേർഡ് ടാക്സ് പറഞ്ഞാൽ എന്താ? ടൈമിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് അക്രൂഡ് ഓർ ടാക്സ് പെയ്ഡ്. ഇതിൽ പെർമനൻറ്റ് ഡിഫറൻസ് ഈ ചാപ്റ്ററിൽ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പെർമനൻറ്റ് ഡിഫറൻസ് ആണെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പെർമനൻറ്റ് ഡിഫറൻസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തേക്കണം. ടൈമിംഗ് ഡിഫറൻസ് നമ്മൾ കാണുന്നത് ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റേ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് എന്താണെന്ന് പഠിക്കുക, പിന്നെ പെർമനൻറ്റ് ഡിഫറൻസ് എന്താണെന്ന് പഠിക്കുക. ടൈമിംഗ് ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം ദാറ്റ് ഓർഗനൈസ്ഡ് ഇൻ വൺ പീരീഡ് ആർ കാപ്പബിൾ റിവേഴ്സിങ് വൺ ഓർ മോർ സബ്സീക്വൻറ്റ് പീരീഡ്. ഇപ്രാവശ്യത്തെ നമുക്ക് ഫ്യൂച്ചർ ഇയറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ വെച്ചാൽ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം ദാറ്റ് ആർ ഓർഗനൈസ്ഡ് വൺ പീരീഡ് ആർ കാപ്പബിൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് വൺ ഓർ മോർ സബ്സീക്വൻറ്റ് പീരീഡ്. അടുത്ത ഇയറോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഇയറോ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് എന്തിൻ്റെ? ടൈമിംഗ് ഡിഫറൻസിൻ്റെ. ഡിപ്രീസിയേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ് അലൗഡ് ഓൺ ക്യാഷ് ബേസിസ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രിയേറ്റ് ഡെഫേർഡ് ടാക്സ് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആവാം ഓർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആവാം. ഓക്കെ, പിന്നെ പെർമനൻറ്റ് ഡിഫറൻസ്. എന്താണ് പെർമനൻറ്റ് ഡിഫറൻസ്? ദസ് ആർ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം ദാറ്റ് ഓർഗനൈസ് ഇൻ വൺ പീരീഡ് ആൻഡ് ഡു നോട്ട് റിവേഴ്സ് ഇൻ സബ്സിക്വൻ്റ്ലി നോട്ട് റിവേഴ്സ്. ഈ ഒറ്റ പോയിൻ്റാണ് പെർമനൻറ്റ് ഡിഫറൻസും ടൈമിംഗ് ഡിഫറൻസിലും മാറ്റം. ഇത് റിവേഴ്സ് ചെയ്യാനേ പറ്റൂല. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്നൊക്കെ വെച്ചാൽ പെനാൽറ്റി, ഡൊണേഷൻ, പ്രൈവറ്റ് ടെസ്റ്റ് എക്സെട്ര, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ ദിസ് ആർ പെർമനൻ്റ്ലി ഡിസലൗഡ് ഇൻ ടാക്സ് പർപ്പസിൽ എന്താണ്? ഇത് ഡിസലൗഡ് ആണ്, നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പം ആ സാഹചര്യത്തിൽ നമുക്ക് നോട്ട് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റഡ് ഓൺ പെർമനൻറ്റ് ഡിഫറൻസ്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെർമനൻറ്റ് ഡിഫറൻസ് ആണെങ്കിൽ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കൺസെപ്റ്റായിട്ട് പറയാനുള്ളത്. ഇപ്പം കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായെന്നെങ്കിൽ ഇരുന്ന് എങ്ങനെയാ വെച്ചാൽ അക്കൗണ്ടിങ് പ്രകാരം
ആണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ടാക്സ് കണ്ടെത്തിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ടാക്സ് പ്രകാരം കണ്ടെത്ത പ്രോഫിറ്റിലേക്കാരം നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവുക. ഇത് തമ്മിൽ ഡിഫറൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഡെഫേർഡ് ടാക്സ്, അഥവാ ആ ഡിഫറൻസ് വരുന്നത് ടൈമിംഗ് ഡിഫറൻസിൻ്റെ കാര്യം റീസൺ കൊണ്ടായിരിക്കണം, പെർമനന്റ് ഡിഫറൻസ് ആവരുത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓരോന്ന് എക്സാമ്പിൾ എങ്ങനെയാ വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ ICAൻ്റെ മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻസും പ്ലസ് 2-3 RTP MTP ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ കറക്റ്റ് കാര്യങ്ങൾ എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആക്കാം. ഓക്കെ, നമുക്ക് മുന്നിൽ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിൽ കൺസെപ്റ്റ് ഓരോന്ന് ക്വസ്റ്റ്യൻസിൻ്റെ വൈസ് നമുക്ക് ICAൻ്റെ മൊഡ്യൂളത്തും പ്ലസ് കുറച്ച് RTP MTP ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാം. ഇലസ്ട്രേഷൻ 1, ഡിപ്രീസിയേഷൻ ആസ് പെർ അക്കൗണ്ടിങ് റെക്കോർഡ് പ്രകാരം ഡിപ്രീസിയേഷൻ 2 ലക്ഷം. ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് റെക്കോർഡ് പ്രകാരം 5 ലക്ഷം. അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ് ആസ് പെർ ടാക്സ് റെക്കോർഡ് 30,000. ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ദർ ഈസ് അഡ്വക്കേറ്റ് എവിഡൻസ് ഫ്യൂച്ചർ പ്രോഫിറ്റ് സഫിഷ്യൻസി ഹൗ മച്ച്. അഥവാ ഈ ഡെഫേർഡ് ടാക്സിൻ്റെ ഇതിലൊരു പ്രത്യേകിച്ചൊരു അസറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്കത് പ്രോഫിറ്റ് വേണം, അത് നിർബന്ധമാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അസറ്റും ലയബിലിറ്റി ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫ്യൂച്ചറിൽ നമുക്ക് അഥവാ ബിസിനസ് ഇപ്പോൾ ഇന്ന് നിർത്തുകയാണെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ പോയിൻ്റാണ്, ആരും ഇങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. നമുക്ക് MCQലൊക്കെ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൗ മച്ച് നെറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ലയബിലിറ്റി ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് റേറ്റ് എത്രയാണ് 15%. ഓക്കെ, നെറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒരു അസറ്റാണ് ചോദിച്ചത്, രണ്ടിലേതെങ്കിലും നെറ്റാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത് അക്കൗണ്ടിങ് പ്രകാരം അക്കൗണ്ട്സ് പ്രകാരം എത്ര 2 lakh. അത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്സ് ഡിപ്രീസിയേഷൻ ആട്ടോ. ഡിപ്രീസിയേഷൻ എന്താ സംഭവം? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്, അഥവാ പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഓക്കെ, പ്രോഫിറ്റ് കുറയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അക്കൗണ്ട്സ് പ്രകാരം 2 lakhഉം പിന്നെ ഇൻകം ടാക്സ് പ്രകാരം 5 lakhഉം കൂടുതൽ കിട്ടിയതില്ല ഇൻകം ടാക്സ് പ്രകാരം. അപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അഥവാ ഡിഫറൻസ് അക്കൗണ്ട്സ് പ്രകാരവും മറ്റേ ഇൻകം ടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 lakh മൈനസ് 2 lakh 3 lakh ആണ് ഡിഫറൻസ് ഉള്ളത്. ആ ഡിഫറൻസ് എത്ര പെർസെൻറ്റേജ് ആണ്? 15% ആണ് ടാക്സ്. 3 lakhൻ്റെ 15% ടാക്സ്. ഓക്കെ, അപ്പോൾ 1,15,000 ആണ് ഇതിൻ്റെ ടൈമിംഗ് ഡിഫറൻസ്. ഇത് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് 2 lakh ഡിപ്രീസിയേഷൻ കിട്ടി, ഇൻകം ടാക്സ് പ്രകാരം 5 lakh ഡിപ്രീസിയേഷൻ കിട്ടി. ഇൻകം ടാക്സ് പ്രകാരം കൂടുതൽ കിട്ടിയേക്കാണ്. ഡിപ്രീസിയേഷൻ എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ സാധ്യതയിൽ നമുക്ക് എന്താ പ്രോഫിറ്റ് കുറഞ്ഞേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ പ്രോഫിറ്റ് കുറഞ്ഞേക്കാണ്. ഇൻകം ടാക്സ് പ്രകാരം കൂടുതൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്തപ്പം പ്രോഫിറ്റ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് വെച്ചാൽ ടാക്സ് നമ്മൾ ഇപ്രാവശ്യം അടച്ചത് എത്രയേക്കാരം? പ്രോഫിറ്റ് കുറവായതുകൊണ്ട് കുറച്ചേക്കാരം. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ടാക്സ് അടച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ അത് നമ്മൾ കൂടുതൽ അടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ അത് അടക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മളിവിടെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നമ്മൾ കാണാം. അപ്പോൾ നമുക്ക് 1,15,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കിട്ടി. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ് ആസ് പെർ ടാക്സ് റെക്കോർഡ് പ്രകാരം 30,000 കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു എന്താണ്? അതിന് നമുക്ക് അൺഅമോർട്ടൈസ്ഡ് ഇപ്രാവശ്യം കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടും, അതൊരു അസറ്റാണ്. ഓക്കെ, അത് എക്സ്പെൻസ് കുറച്ച് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ, അടുത്ത പ്രാവശ്യം കിട്ടും. അപ്പോൾ അതൊരു അസറ്റാണ്. ഇങ്ങനെ 30,000 എത്ര നമുക്ക് ടാക്സ്? 15% അല്ലേ ക്വസ്റ്റ്യനിൽ? 50%. അപ്പോൾ എത്ര? 15,000. ഓക്കെ, അതെന്താണ്? ഡെഫേർഡ് ടാക്സ് അസറ്റാണ്. അപ്പോൾ ഫൈനലി എന്താണ്? നെറ്റ് ഡെഫേർഡ് ടാക്സ് കാണുകയാണെങ്കിൽ 1,35,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് കൂടുതൽ. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അതെങ്ങനെ വരിക? അതായത്
ഇങ്ങനെയാണ് ഇത് കണ്ടെത്തൽ. ഇത് ICIൻ്റെ മൊഡ്യൂളിൽ നമുക്ക് ആൻസർ ആയിട്ട് തന്നത് ഇതാണ്, ഈ ഒരു മോഡലാണ്. എന്താണ് എക്സസ് ഡിപ്രീഷിയേഷൻ ആസ് പെർ റെക്കോർഡ്സ്, അഥവാ ഇൻകം ടാക്സ് പ്രകാരം 5 ലക്ഷം ഉണ്ട്, അക്കൗണ്ടിങ് പ്രകാരം 2 lakh ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് 3 ലക്ഷം വരുന്നുണ്ട്. അത് ടൈമിംഗ് ഡിഫറൻസ് ആണ് അല്ലേ? ആണ്. ഡിപ്രീസിയേഷൻ ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. എങ്ങനെ ഡെബിറ്റ് ആയത്? ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ, കാരണം കൂടുതൽ ഡിഡക്ഷൻ ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ 1,15,000 അഥവാ 15% ഓഫ് 3 lakh. ഓക്കെ. പിന്നെ അൺഅമോർട്ടൈസ്ഡ് പ്രിലിമിനറി എക്സ്പെൻസ് ആസ് പെർ ദ ടാക്സ് റെക്കോർഡ് 30,000. ഓക്കെ, 30,000. അതിൻ്റെ 15%, 50% അഥവാ 15,000. ടോട്ടൽ നമുക്ക് അപ്പോൾ എത്ര കിട്ടിയത്? 1,35,000. 1,35,000 നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? എന്നാൽ സെയിം അല്ലേ? യെസ്, സെയിം ആണ്, രണ്ടും സെയിം ആണ്. 1,35,000 ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് മാറ്റിൻ്റെ പ്രോബ്ലം വരാണ്ട്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ഇതാണ്. From the following details, LTD for the year 31st March 2021, calculate the deferred tax asset or liability as per the IAS 22 and amount of tax to be debited in the profit or loss account. ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ എത്ര ടാക്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി ആസ് പെർ IAS 22 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അത്. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? അക്കൗണ്ടിങ് പ്രോഫിറ്റ് എത്രയാ? 6 ലക്ഷം. മാറ്റ് പ്രോഫിറ്റ് എത്രയാ? 3,80,000. ഇൻകം ടാക്സ് പ്രകാരം പ്രോഫിറ്റ് എത്രയാ? 60,000. ടാക്സ് റേറ്റ് എത്രയാ? 20%. മാറ്റ് ടാക്സ് എത്രയാ? 7.5%. അപ്പോൾ എമൗണ്ട് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറഞ്ഞത്? ഡെഫേർഡ് ടാക്സ് അസറ്റും കണ്ടെത്താൻ പറഞ്ഞു, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി ആസ് പെർ IAS 22 പ്രകാരം കണ്ടെത്താൻ പറഞ്ഞു, പിന്നെ പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ടിൽ എത്ര പ്രാവശ്യം ടാക്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും കണ്ടെത്താൻ പറഞ്ഞു. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രകാരം 6 lakhന്റെ 20%. അങ്ങനെ അക്കൗണ്ട് ടാക്സ് എത്രയാണ് പറഞ്ഞത്? 20% ടാക്സ് റേറ്റ്. ഓക്കെ, അപ്പം ടാക്സ് റേറ്റ് ആയിട്ട് നമ്മൾ 20% കണ്ടു. ആസ് പെർ അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രകാരം 1,20,000. 1,20,000 എന്തുണ്ട്? ടാക്സ് ഇറക്കണം. ഇൻകം ടാക്സ് പ്രകാരം 60,000 നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ, അതിൻ്റെ 20% 12,000. ടാക്സ് ആസ് പെർ മാറ്റ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇൻകം ടാക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാറ്റ് പ്രകാരം എങ്ങനെയാണ്. 7.5 പ്രകാരം മാറ്റ് പ്രകാരം നമുക്ക് ഇൻകം, ചില ഡിഡക്ഷൻസ് നമുക്ക് കിട്ടൂല. 18 JJAA അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസ് ഒന്നും നമുക്ക് ഇൻകം ടാക്സിൽ കിട്ടൂല ഈ മാറ്റ് പ്രകാരം കാണുമ്പോൾ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് പ്രകാരം ടാക്സ് എൻ്റെ പ്രോഫിറ്റ് കണ്ടത് 3,50,000. അത് നിങ്ങളുടെ ടാക്സിൽ കറക്റ്റ് പഠിക്കും. അപ്പോൾ അതിൻ്റെ 7.5, അപ്പോൾ 26,250 മാറ്റ് പ്രകാരം നമുക്ക് എത്ര ഉണ്ട്? ടാക്സ് ഇറക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ടാക്സ് എക്സ്പെൻസ് ആണ് പറഞ്ഞത്. ടാക്സ് എക്സ്പെൻസ് നമ്മളവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ടാക്സ് എക്സ്പെൻസിൻ്റെ ഇത് പഠിച്ചത്? നമ്മൾ നോട്ടിൽ ടാക്സ് എക്സ്പെൻസിൻ്റെ ഇക്വേഷൻ എന്താ? കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഡെഫേർഡ് ടാക്സ് അസറ്റ് മൈനസ് ഡെഫേർഡ് ടാക്സ് മൈനസ് അസറ്റ്, അഥവാ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് എന്താണ് കറണ്ട് ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, 1,20,000 പ്ലസ്, അഥവാ ടാക്സ് എക്സ്പെൻസ് എന്താ? കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ്. കറണ്ട് ടാക്സ് എത്രയാ? 12,000. ഡെഫേർഡ് ടാക്സ് എത്രയാ? നമ്മൾ അറിയില്ല. ടാക്സ് എക്സ്പെൻസ് നമ്മൾ കണ്ടെത്തി. അക്കൗണ്ടിങ് പ്രകാരം നമുക്ക് 1,20,000 അത് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡെഫേർഡ് ടാക്സ് ഇങ്ങനെ നടത്തണം. ഈ ഇക്വേഷൻസ് എങ്ങനെ? ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് കിട്ടൊക്കെയാണത്. ആ ഇക്വേഷൻസ്ക്ക് നമുക്ക് ഇല്ല എമൗണ്ട് നമ്മൾ ഇക്വേഷൻസ്ക്ക് ഔട്ട് ചെയ്ത് 1,20,000 അഥവാ ടാക്സ് എക്സ്പെൻസ്, 12,000 കറണ്ട് ടാക്സ്, ഇനി ഡെഫേർഡ് ടാക്സ് എന്ന് ഇവിടെ നിർത്തിയിട്ട് ഡെഫേർഡ് ടാക്സ് = 1,20,000 മൈനസ് 12,000. ഓക്കെ,
അപ്പോൾ 1,08,000 കിട്ടും. എന്ത് ഡെഫേർഡ് ടാക്സ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഡെഫേർഡ് ടാക്സ് കണ്ടെത്തുക. ഓക്കെ, അങ്ങനെ ഡെഫേർഡ് ടാക്സ് നമുക്ക് കിട്ടി 1,08,000 കിട്ടി. അപ്പോൾ നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് അസറ്റ് ആണെന്ന് ചോദിച്ചത്. ഇത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് ഡെബിറ്റ് ആയത്? ഡെഫേർഡ് ടാക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചത്? പ്ലസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, amount of tax to be debited profit or loss account of ഇയർ 31 മാർച്ച് 2021. എത്രയാണ് എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തത്? അതിൻ്റെ ഇക്വേഷനാണത്. അപ്പോൾ പ്രോഫിറ്റ് ആർ ലോസിൽ നമ്മൾ പ്രോഫിറ്റ് ആർ ലോസിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്താ അതിൻ്റെ ഇക്വേഷൻ? കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് പ്ലസ് എക്സസ് ഓഫ് മാറ്റ് ഓവർ കറണ്ട് ടാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കണ്ടെത്താം. കറണ്ട് ടാക്സ് എത്ര നമുക്ക് കിട്ടിയത്? കറണ്ട് ടാക്സ് നമുക്ക് കിട്ടിയത് ഓക്കെ, കറണ്ട് ടാക്സ് എത്രയാ? 12,000 നമ്മൾ കിട്ടിയത്. ഇവിടെ എങ്ങനെ കിട്ടിയത്? നമുക്ക് 60,000 ഉണ്ട്, അതിൻ്റെ 20%. ഓക്കെ, എങ്ങനെ 60,000-ൻ്റെ 20% പ്ലസ് ഡെഫേർഡ് ടാക്സ് നമ്മളവിടെ നേരത്തെ കണ്ടെത്തിയത് 1,08,000 പ്ലസ് എക്സസ് ഓഫ് മാറ്റ് എന്ന് പറഞ്ഞാൽ 26,250 മൈനസ് 12,000. 26,250 മൈനസ് 12,000 14,250. അപ്പോൾ എത്ര എമൗണ്ട് ടോട്ടൽ കിട്ടിയത്? 1,08,000 പ്ലസ് 14,250 പ്ലസ് 12,000. ഇതാണ് നമ്മൾ ടോട്ടലി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിൽ പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ടിൽ. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ കറക്റ്റ്. പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ടിൽ എന്താണ്? മറ്റേ കറണ്ട് ടാക്സ് പ്ലസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അസറ്റ് ഓർ ഡെഫേർഡ് ടാക്സ്. അത് ലയബിലിറ്റി ആണെങ്കിൽ കുറക്കണം, ലയബിലിറ്റി ആണെങ്കിൽ കൂട്ടണം, അസറ്റ് ആണെങ്കിൽ നമ്മൾ ഞാൻ മറ്റേ ടാക്സ് എക്സ്പെൻസിൻ്റെ ഒരു ഇക്വേഷൻ വന്നിട്ടില്ല ആ സാധനം. ഓക്കെ, പിന്നെ എക്സസ് ഓഫ് മാറ്റ് ഓവർ കറണ്ട് ടാക്സ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഈ ഒരു ഇതിൽ കറക്റ്റ് ആൻസർ ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ഡിറ്റോ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, ഇതേ മൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ടൈമിംഗ് ഡിഫറൻസ് ഒക്കെ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് വെറും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ടൈമിംഗ് ഡിഫറൻസിൻ്റെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇതിലെന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് വെച്ചാൽ 2020, 21, 22, 23, 24 അതിൽ 11 ലക്ഷം, 16 ലക്ഷം, 21 ലക്ഷം അക്കൗണ്ടിങ് ഇങ്കായിട്ടുണ്ട്. അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് ഇങ്ക് കിട്ടിയത്. ഹവർ ദ ഇൻകം ടാക്സ് പർപ്പസ് ഹാസ് അഡോപ്റ്റഡ്. ഇൻകം ടാക്സ് പ്രകാരം റവന്യൂ ഈ വർഷങ്ങൾ കിട്ടിയത് അഥവാ 2020, 21, 22, 23, 24 7 ലക്ഷം, 18 ലക്ഷം, 23 ലക്ഷം. ടാക്സ് റേറ്റ് എത്രയാണ്? 35%. കമ്പ്യൂട്ട് അമൗണ്ട് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി 20, 21, 22, 23 3 കൊല്ലത്തെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ കീ വെച്ചാൽ സിമ്പിളാണ്. ഇതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ആൻസർ കീ ഉണ്ടല്ലേ അവിടെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കാണാം. ആൻസർ വെച്ച് പറയാൻ തന്നെ ഉള്ളത്. അക്കൗണ്ട് പ്രകാരം അക്കൗണ്ടിങ് ഇൻകം കിട്ടിയത് 2020, 21 11 ലക്ഷം, 21, 22 16 ലക്ഷം, 22, 23 21 ലക്ഷം. ഓക്കെ, ഇൻകം ടാക്സ് പ്രകാരമോ ടാക്സബിൾ ഇൻകം ടാക്സ് പ്രകാരമോ 7 ലക്ഷം, 18 ലക്ഷം, 23 ലക്ഷം, 20. അപ്പം ഇത് തമ്മിലെ ഡിഫറൻസ് എത്രയാണ്? 11 ലക്ഷം മൈനസ് 11 മൈനസ് 7 എത്രയാണ്? 4 ലക്ഷം ടൈമിംഗ് ഡിഫറൻസ് ആയിട്ട് കിട്ടി. ടൈമിംഗ് ഡിഫറൻസ് ആട്ടോ ഇത്. കാരണം എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പ്രകാരം കമ്പ്യൂട്ടർ ടാക്സ്. ഓക്കെ, പിന്നെ ഇവിടെ എത്രയാ? 16 ലക്ഷം അക്കൗണ്ടിങ് പ്രകാരമുണ്ട്, ടാക്സബിൾ ആയിട്ട് 18 ലക്ഷം ഉണ്ട്. അതിൽ 2 ലക്ഷം ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ ഇതിലാണ് കിട്ടിയത് അക്കൗണ്ടിങ് പ്രകാരം. അപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ലയബിലിറ്റി ആണ്, ഇത് അസറ്റാണ്, ഇതും അസറ്റാണ്. ലയബിലിറ്റി പോസിറ്റീവ് ആയിട്ട് കാണിച്ചത്, അസറ്റ് കുറച്ചിട്ടാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിംഗ് ഡിഫറൻസ് ഫസ്റ്റ് 4 ലക്ഷം, അതിന് 2 ലക്ഷം അസറ്റ് കുറച്ചപ്പോൾ 2 ലക്ഷം ബാക്കിയുണ്ട്.
പിന്നെയും ടൈമിംഗ് ഡിഫറൻസ് അസറ്റായിട്ട് വന്നത് 2 ലക്ഷം. അപ്പോൾ നില്ല് കിട്ടി. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ആണ് ഇക്കൊല്ലം 1,70,000 അഥവാ 15%, 35% കേട്ടോ. എത്രയാണ് 35%? 4,35%, 1,40,000. ഓക്കെ, 4 ലാഖിൻ്റെ 35%, 1,40,000. 70,000 എന്തിൻ്റെ? 2 ലക്ഷത്തിന് 35%, 70,000. അങ്ങനെ ഈ കറക്റ്റ് സാധനം ടാക്സ് പ്രകാരം. ഇത് ടൈമിംഗ് ഡിഫറൻസും ഇത് ടാക്സ് പ്രകാരം. ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി. അപ്പം ഫസ്റ്റ് ഇയറിൽ ഡെഫേഴ്സ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് 1,40,000 കിട്ടും, 35% വെച്ചിട്ട് കേട്ടോ. പിന്നെ രണ്ടാമതിൽ 70,000 കിട്ടും. എങ്ങനെ? 2 ലക്ഷത്തിന് 35%. മൂന്നാമത്തെ ഇയർ ആകുമ്പോൾ അത് നില്ലാവും. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 1,40,000 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ ഇയർ ആകുമ്പോൾ 2 ലാഖ് നമുക്ക് കൂടുതൽ ഇൻകം ടാക്സിന് അടിച്ചു. ആ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ 35% 70,000 എന്താണ്? ഡെഫേർഡ് ടാക്സ് അസറ്റാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 1,40,000 70% അസറ്റ് ആകുമ്പോൾ അത് റിവേഴ്സ് ആയാണ്ട് 70,000 ബാലൻസ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവും. ബാലൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇയർ ആകുമ്പോൾ എന്താണ്? 2 ലാഖ് പിന്നെ നമുക്ക് അസറ്റ് ആയിട്ടുണ്ട്. അഥവാ ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ 23 ലക്ഷം കൊടുത്തു ടാക്സ്. പക്ഷെ അക്കൗണ്ട്സ് പ്രകാരം നമുക്ക് 21 ലക്ഷം ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ അടച്ചേക്കാണ്. കൂടുതൽ അടക്കുമ്പോൾ എന്താണ് ആ ഡിഫറൻസ്? 2 ലക്ഷം. 2 ലക്ഷത്തിൻ്റെ ടാക്സ് എത്ര അടക്കുന്നത്? 35%, 35%. ഓക്കെ, അപ്പോൾ 2 ലക്ഷത്തിന് 35% 70,000. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് എത്രയല്ലേ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ആയിട്ട് കിടക്കുന്നത്? എത്രയാണ് ബാലൻസ് ആയിട്ടുള്ളത്? 70,000. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡെഫേഴ്സ് ടാക്സ് അസറ്റ് പിന്നെ ഒരു 70,000 ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ നില്ല് 0 ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മാറ്റിൻ്റെ കോൺസെപ്റ്റ് നോക്കി, ബാക്കി ടൈമിംഗ് ഡിഫറൻസ് വരുന്ന കോൺസെപ്റ്റ് നോക്കി, ബാക്കി ഒരു ക്വസ്റ്റ്യനും പാടെ ഉണ്ടാവും ICൻ്റെ മൊഡ്യൂളിൽ. ഇത് അതേമാതിരി ഒരു ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലോസ് വന്ന് ഫസ്റ്റ് ഇയറിൽ ലോസ് വന്നു. എത്ര? 2 ലക്ഷം. അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടി, 1,20,000 പ്രോഫിറ്റും കിട്ടി. അസ്യൂം ദാറ്റ് ലോസ് ഓഫ് ദ ഇയർ ക്യാൻ ബി ക്യാരി ഫോർവേഡ് 8 years. 8 years എന്താണ് ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 8 years. പിന്നെ ടാക്സ് റേറ്റ് എത്ര പറഞ്ഞത്? 40%. 31/3/2021 കമ്പനി ഫീൽഡ് സബ്സിഡി ടാക്സബിൾ ഇൻകം. Future earnings following the can be set off when there is no difference between taxable income and accounting income except that the carry forward losses allowed their years ending that 2022-2023 tax purpose. Prepare the statement of profit or loss account of the year ending 2021 പ്രോഫിറ്റും വേണം, 2022-2023 അതിൻ്റെയൊക്കെ പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് നമ്മോട് പറഞ്ഞത്. ഓക്കെ, എന്താ ഉണ്ടാക്കാൻ പറഞ്ഞത്? പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട്. അപ്പം നേരെ ക്വസ്റ്റ്യന് ഫസ്റ്റ് ഇയർ കറണ്ട് ഇയർ ലോസ് ആണ്. കറണ്ട് ഇയർ ലോസ് 2021, 2022, 2023 പ്രോഫിറ്റ് ഓർ ലോസ് ആണ് നമുക്ക് ഫസ്റ്റ് ഇയർ ലോസാണ് കിട്ടിയത്. കറണ്ട് ടാക്സ് എത്രയാണ്? 14%. 2 ലാഖിൻ്റെ 14%. നമുക്ക് കൊല്ലം നമുക്ക് ലോസ് ആയതുകൊണ്ട് അടുത്ത കൊല്ലം നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത കൊല്ലം പ്രോഫിറ്റ് കിട്ടുന്നില്ല ഒരു ഉറപ്പുമാണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ലാഖിൻ്റെ 14%, 80,000. ആ 80,000 അത് നമുക്ക് ഡെഫേർഡ് ടാക്സ് അസറ്റാണ്. അടുത്ത കൊല്ലമായപ്പോൾ നമുക്ക് 1 ലാഖ് പ്രോഫിറ്റ് കിട്ടി. 1 ലാഖ് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ 1 ലാഖിൻ്റെ 14% ടാക്സ് 40,000 ഇപ്രാവശ്യം ടാക്സ് അടക്കണം. പക്ഷെ നമ്മളേക്ക് ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ട് 40,000 കിടക്കുന്നുണ്ട്, 50,000. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ചെയ്താണ്ട് 40,000 സെറ്റ് ഓഫ് ചെയ്ത്. അപ്പോൾ ഇപ്രാവശ്യം പ്രോഫിറ്റ് എത്ര ഉള്ളത്? 1 ലാഖിൻ്റെ 40,000 കുറച്ച് 60,000. പിന്നെന്താ പറയണത്? മൂന്നാമത്തെ ഇയർ ആയപ്പോൾ 1,20,000 കിട്ടി. ഇങ്ങനെ പ്രോഫിറ്റ് 1,20,000. നമുക്ക് എത്ര ബാക്കിയുള്ളത്? 1,20,000 ടാക്സ് എത്ര? 14%. 1,20,000 ടാക്സ് 14%, 4,80,000. 1,20,000 40% എന്ന് പറഞ്ഞാൽ 4,80,000. ഓ പാളി, 1,48,000 കേട്ടോ. 48,000 1,20,000 അല്ല, 1,20,000
14%. എത്രയാ? 48,000. നമുക്ക് എത്ര ബാക്കി ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ടുള്ളത്? ഒരു 40,000 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 40,000 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കി നമുക്ക് എത്ര? ഒരു 40,000 ഇവിടെ നിന്ന് കുറച്ചാൽ 8,000 നമുക്ക് ലയബിലിറ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 8,000 നമുക്ക് ടാക്സ് അടക്കണം. ബാക്കി നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് 40,000 ഇവിടെ എടുത്തു, പിന്നെ 40,000 എടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര? 1,20,000 ഇവിടെ ലോസ് ആയിട്ട് കാണിച്ചു. ഇവിടെ 2,00,000 40,000 കുറച്ചു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആയിട്ട്, അഥവാ കഴിഞ്ഞ കൊല്ലത്തെ ലോസിൻ്റെ ടാക്സ് ഡിഡക്ഷൻ ഉണ്ടായി കുറച്ച് 40,000, പിന്നെ 60,000, പിന്നെ ഇവിടെ 1,20,000 ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ 8,000 ടാക്സ് അടക്കണം നമ്മൾ കണ്ടെത്തി. അപ്പോൾ 1,20,000 ഉണ്ട്, അതിന് 8,000 കുറച്ചു. അപ്പോൾ 1,20,000 മൈനസ് 8,000 1,12,000 ഉണ്ട്. അതിന് 40,000 കുറച്ചാൽ 72,000. അങ്ങനെയാണ് അത് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഐസിയത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്ത് ഇനി ബാക്കി RTP MTP കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എൻ്റെതായ ഞാൻ കുറച്ച് കണ്ടെത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫർണിഷ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് മോഹിത് ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡ് March 31, 2022. ഡിപ്രീഷിയേഷൻ ആസ് പെർ അക്കൗണ്ടിങ് റെക്കോർഡ്. ഡിപ്രീഷിയേഷൻ ആസ് പെർ അക്കൗണ്ടിങ് റെക്കോർഡ് എത്ര? 56,000. ഡിപ്രീഷിയേഷൻ ഇൻകം ടാക്സ് റെക്കോർഡ് 38,000. അബോവ് ഡിപ്രീഷിയേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിപ്രീഷിയേഷൻ ഓൺ ദ ന്യൂ അഡീഷൻ. അപ്പോൾ പുതിയൊരു അഡീഷൻ ഉണ്ട്. എന്താണ്? ന്യൂ മിഷനറി പർച്ചേസ്ഡ് April 2021 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റിംഗ് 24,000. വിച്ച് 100% ഡിപ്രീഷിയേഷൻ ഈസ് അലൗഡ് ഇൻ ഇൻകം ടാക്സ് പർപ്പസ്. ഇൻകം ടാക്സ് പർപ്പസിൽ എന്താണ്? 100% ഡിഡക്ഷൻ തന്നെ 2021 ആ വാങ്ങിയ കൊല്ലം അഥവാ ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ കിട്ടിയിട്ടുണ്ട്. Whereas a straight line method of depreciation considered an appropriate accounting record purpose of the estimation of 4 years. 4 yearsന്റെ എസ്റ്റിമേഷൻ ആയിട്ട് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിട്ടാണ് അക്കൗണ്ട്സ് പ്രകാരം ഡിപ്രീഷിയേഷൻ കാണിക്കുന്നത്. ദ കമ്പനി ഹാസ് മെയ്ഡ് പ്രോഫിറ്റ് ഓഫ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീഷിയേഷൻ. ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീഷിയേഷൻ എത്രയാണ്? 1,28,000 ഉണ്ട്. കമ്പനി ഡൊണേഷൻ ടു പ്രൈവറ്റ് ട്രസ്റ്റ് ഡ്യൂറിങ് ദ ഇയർ 15,000. നോട്ട് അലൗഡ് അണ്ടർ ഇൻകം ടാക്സ് ലോസ്. പ്രൈവറ്റ് ടെസ്റ്റിന് 15,000 കൊടുത്തു. ഇൻകം ടാക്സിൽ അത് അലൗഡ് അല്ല എന്നും പറഞ്ഞങ്ങനെ. അപ്പോൾ അതെന്താണ്? അതൊരു പെർമനന്റ് ഡിഫറൻസ് ആണ്. ഇൻകം ടാക്സിൽ അത് അലൗ ചെയ്തിട്ടില്ല. അതൊരു പെർമനന്റ് ഡിഫറൻസ് ആണ്. പെർമനന്റ് ഡിഫറൻസ് ആകുമ്പോൾ എന്തേക്കാരം? ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പെർമനന്റ് ഡിഫറൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. പെർമനന്റ് ഡിഫറൻസിൻ്റെ എങ്ങനെ ചെയ്യല്? അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ അസറ്റോ ക്രിയേറ്റ് ആവില്ല. ഓക്കെ. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് 40% എന്നാണ് പറഞ്ഞത്, 14%. ഞാൻ അപ്പം നമ്മളതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നമ്മളോട് ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിച്ചത്? പ്രിപ്പയർ റെലവൻറ്റ് എക്സ്ട്രാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 March 2022 പറഞ്ഞത് കേട്ടോ. ആൾസോ ദ എഫക്റ്റ് ഓഫ് ദ അബോവ് ഐറ്റം ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ അസറ്റ് ആസ് പെർ S22 പ്രകാരം. ഇതിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് കണ്ടെത്തുക? ആദ്യം നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ടൈമിംഗ് ഡിഫറൻസ്, പെർമനന്റ് ഡിഫറൻസ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് റെക്കോർഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എത്രയാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് പ്രകാരം 56,000. ഇൻകം ടാക്സ് പ്രകാരം എത്രയാ? 38,000. അപ്പോൾ അതിന് തമ്മിൽ ഡിഫറൻസ് 56,000 മൈനസ് 38,000 18,000 ഡിഫറൻസ് വരുന്നുണ്ട്. ടൈമിംഗ് ഡിഫറൻസ് ആണ്. അപ്പം അതിൻ്റെ എത്ര ശതമാനമാണ്? 40% ടാക്സ്. അപ്പോൾ 15,000 40%, 7,200 ടൈമിംഗ് ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതിലാണ് കൂടുതൽ ടാക്സ് കിട്ടിയത്? ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ടാക്സ് അടിച്ചിട്ടുണ്ടാകും. എങ്ങനെ? കുറച്ച് ഡിഡക്ഷൻ, ഇൻകം ടാക്സ് പ്രകാരം കുറച്ച് നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കുറച്ചേ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ടാക്സ് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് ഡെഫേർഡ് ടാക്സ് അസറ്റാണ്. മനസ്സിലായോ? കൂടുതൽ ടാക്സ് അടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത കൊല്ലത്തെ ഡിപ്രീസിയേഷനും പാടെ നമ്മൾ ഇക്കൊല്ലം കിട്ടേണ്ട ഡിപ്രീസിയേഷൻ നമ്മൾ ഫുൾ എടുത്തിട്ടില്ല. നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ടാക്സ് പ്രകാരം. അപ്പോൾ നമ്മൾ കുറച്ച് ടാക്സേ കൊടുത്തിട്ടുള്ളൂ. അപ്പം കൂടുതൽ ഡെഫേർഡ് ടാക്സ് അസറ്റാണ് നമുക്ക് കിട്ടിയത്. ഞാൻ അടുത്ത പറയുന്നത് വെച്ചാൽ ന്യൂ മിഷനറിൻ്റെ എന്താ പറഞ്ഞത്? 24,000 രൂപക്ക് ന്യൂല് 24,000 രൂപക്ക് മിഷനറി വാങ്ങി.
ഇൻകം ടാക്സ് പ്രകാരം 24,000 ഡിഡക്ഷൻ കിട്ടി. അക്കൗണ്ട്സ് പ്രകാരം അത് 24,000 4 കൊല്ലമായിട്ട് എടുക്കുന്നത്. 24,000 ഹരിക്കണം 4, 6,000 ആണ് ഈ കൊല്ലം എടുത്തത്. അഥവാ 24,000/4. അപ്പം ബാക്കി എത്ര ഉണ്ട്? 24,000 മൈനസ് 6,000, 18,000 ടൈമിംഗ് ഡിഫറൻസ് ആയിട്ടുണ്ട്. അതിൻ്റെ 14% ടാക്സ്. 14% 72,000, 7,200. ഇതെന്താണ് കൂടുതൽ? ഇത് ഇവിടെ എന്താ നടക്കുന്നത്? ഇൻകം ടാക്സ് പ്രകാരം കൂടുതൽ കിട്ടി, ഡിഡക്ഷൻ കൂടുതൽ കിട്ടി. അപ്പം ഡിപ്രീഷിയേഷൻ ഡിഡക്ഷൻ കൂടുതൽ കിട്ടി. അപ്പം പ്രോഫിറ്റ് കുറഞ്ഞു. പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മൾ ടാക്സ് കുറച്ച് അടച്ചിട്ടുള്ളൂ. ടാക്സ് കുറച്ചടച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, അപ്പം മറ്റേ ഇത് കഴിഞ്ഞ് ഡിപ്രീഷിയേഷൻ്റെ ഫുള്ള് കഴിഞ്ഞ്. പിന്നെ ഒരു ഡൊണേഷൻ അല്ലത്. ഡൊണേഷൻ പെർമനൻറ്റ് ഡിഫറൻസ് ആണ്. അതെന്ത് ചെയ്യൂല, അത് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. ഡൊണേഷൻ പെർമനൻറ്റ് ഡിഫറൻസ് ആണ്, അത് എടുക്കില്ല. അപ്പോൾ ടോട്ടലി നമുക്ക് ഡെഫേർഡ് ടാക്സിൻ്റെ ടോട്ടൽ കാണാം. ഡെഫേർഡ് ടാക്സ് അസറ്റായിട്ട് നമ്മളത് 7,200 ഉണ്ട്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് 7,200 ഉണ്ട്. ടോട്ടൽ അപ്പോൾ എത്രയാ? നെറ്റ് എത്രയാ? നില്ല്, ഒന്നുമില്ല. അപ്പം ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കാനാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിൽ 1,28,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിപ്രീഷിയേഷൻ കുറക്കണം. 1,28,000 പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഡിപ്രീഷിയേഷന്. ഞാൻ ഡിപ്രീഷിയേഷൻ കുറക്കുകയാണ്. ഡിപ്രീഷിയേഷൻ എത്ര കിട്ടിയത് ഈ കൊല്ലം? 56,000 അക്കൗണ്ട്സ് പ്രകാരം പ്ലസ് 6,000, 24,000/4 6,000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 56,000 പ്ലസ് 6,000, 62,000. ഡിപ്രീഷിയേഷൻ കുറച്ചാൽ 62,000 മൈനസ് 1,28,000. അപ്പോൾ 66,000 നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീഷിയേഷൻ കിട്ടും. ഡൊണേഷൻ ആഡ് ആക്കണം. കാരണം എന്താ? ഡൊണേഷന് നമുക്ക് ഇൻകം ടാക്സിൽ കിട്ടില്ല. അപ്പോൾ ഡൊണേഷൻ 15,000 ആഡ് ആക്കിയാൽ 15,000 81,000 കിട്ടും. അതിൻ്റെ 14% 32,400. ഓക്കെ, ഇങ്ങനെയാണിത് കണ്ടെത്തൽ. നമ്മൾ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പാട് ചെയ്തിട്ട് നിർത്താം. ഓക്കെ, ദ ഫോളോയിങ് പർട്ടിക്കുലർ സ്റ്റേറ്റഡ് ഇൻ ബാലൻസ് ഷീറ്റ് സിദ്ധി ലിമിറ്റഡ് ആസ് ഓൺ 31 മാർച്ച് 2022. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് 2.5 lakh. ഡെഫേർഡ് ടാക്സ് അസറ്റ് 1.35 lakh. ഇൻ ലാക്കിലാണല്ലോ, ഇൻ ലാക്ക് എല്ലാം. ഓക്കെ, ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വർ റിപ്പോർട്ടഡ് ഡ്യൂറിങ് ദ ഇയർ. ഡ്യൂറിങ് ദ ഇയറിൽ എന്താ പറയുന്നത്? അക്കൗണ്ടിങ് റെക്കോർഡ്സ് പ്രകാരം ഡിപ്രീസിയേഷനിൽ 15 ലക്ഷം, ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് പ്രകാരം 20 ലക്ഷം, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു NBF's അക്കൗണ്ട്സ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ അക്രൂവൽ ബേസിസ് ബട്ട് പെയ്ഡ് ഇൻ 13/6/2023 6 lakh കേട്ടോ. ഡിസലവൻസ് ഐറ്റംസ് ഡിസലൗഡ് ഫോർ ടാക്സ് പർപ്പസും 2021-22 ബട്ട് അലൗഡ് ഇൻ 2022-23 എത്രയാ? 1.5 lakh. ഡൊണേഷൻ ടു പ്രൈവറ്റ് ട്രസ്റ്റ് 40 lakh. ടാക്സ് റേറ്റ് എത്രയാ? 15%. എന്ത് കാണാൻ പറഞ്ഞത്? കാൽക്കുലേഷൻ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആൻഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 2023 കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഡിപ്രീഷിയേഷൻ്റെ ഡിഫറൻസ് എന്നാണ്. അപ്പോൾ അതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ കാണാം. ഡിപ്രീഷിയേഷൻ ഡിഫറൻസ് എത്രയാ? 15-20, 5 lakh ഡിഫറൻസ്. കൂടുതലില്ല, 5 lakh ഡിഫറൻസ്. 5 lakhൻ്റെ 15%, 5 lakhൻ്റെ 15% 0.75 lakh, 0.75 lakh. ഓക്കെ, അതെന്താണ്? ഡെഫേർഡ് ടാക്സ് അസറ്റാണോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത് ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ കൂടുതലാണ്. ഇൻകം ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ കൂടിയാൽ എന്താണ് പറഞ്ഞത്? ടാക്സ് നമ്മൾ കുറച്ച് അടച്ചിട്ടുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് കുറയും ഇൻകം ടാക്സ് പ്രകാരം. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ അടുത്ത പ്രാവശ്യം അടക്കണ്ടാവും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ഇനി അടുത്തത് NBFC
ഇൻട്രസ്റ്റ് പെയ്ഡ് ടു MPFC അത് ഒരു പെർമനൻറ്റ് ടൈമിംഗ് ഡിഫറൻസ് അല്ല. പിന്നെ ഐറ്റം ഡിസേർവ്ഡ് ഫോർ ടാക്സ് പർപ്പസ് ഇൻ 2020 ബട്ട് അലൗഡ് ഇൻ 2022-23 അതൊരു ഡെഫേർഡ് ടാക്സ് അസറ്റിൻ്റെ റിവേഴ്സലാണ്. എന്നുവെച്ചാൽ ഐറ്റംസ് ഡിസലൗഡ് ടാക്സ് പർപ്പസ് 2021 അത് അലൗ ചെയ്യുകയാണ് 2022-23 എത്ര 1.05 ലാക്ക് 1.05 ലാക്കിൻ്റെ 15% എത്രയാണ് 1.05ൻ്റെ 15% 0.1575 ലാക്ക്. ഓക്കെ. ഡൊണേഷൻ ടു പ്രൈവറ്റ് ട്രസ്റ്റ് അതെന്താണ് ഒരു പെർമനൻറ്റ് ഡിഫറൻസ് ആണ്. പെർമനൻറ്റ് ഡിഫറൻസ് ആണ്. ഓക്കെ. അപ്പോൾ അത് AS-22 അപ്ലിക്കബിൾ അല്ല. AS-22 അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ കീ നോക്കാം. നമുക്ക് ആൻസർ കീ ഡിഫറൻസ് ഇൻ ഡിപ്രീഷിയേഷൻ റിപ്പോർട്ടിംഗ് ടൈമിംഗ് ഡിഫറൻസ് ക്രിയേഷൻ ഓൺ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഇതൊക്കെ നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടിയത് 0.75 ലാക്ക്. പിന്നെ ഇൻട്രസ്റ്റ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട് എ ടൈമിംഗ് ഡിഫറൻസ് നോട്ട് അപ്ലിക്കബിൾ. ടൈമിംഗ് ഡിഫറൻസ് അല്ലെങ്കിൽ AS-22 അപ്ലിക്കബിൾ അല്ല. ഞാൻ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ നമ്മളോട്. ഡിസലവൻസ് ആസ് പെർ IT ആക്ട് ഫോർ ഏർലിയർ ഇയേഴ്സ് ടൈമിംഗ് ഡിഫറൻസ് ആണ്. റിവേഴ്സൽ ഓഫ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ്. അത് നേരെ റിവേഴ്സ് ചെയ്ത് നമുക്ക് കിട്ടിയത് തന്നെ കറക്റ്റ് നമുക്ക് കിട്ടിയത് ഇവിടെ യെസ് അത് റൗണ്ട് ഓഫ് ചെയ്തേക്കാണ്. അപ്പം 0.158 അങ്ങനെയാണ് ഇവിടെ റൗണ്ട് ഓഫ് ചെയ്തേക്കാണ്. യെസ്. ഇനി അടുത്തത് ഡൊണേഷൻ ടു പ്രൈവറ്റ് ട്രസ്റ്റ് പെർമനൻറ്റ് ഡിഫറൻസ് ഞാൻ നമ്മൾ പറഞ്ഞതായി തന്നെ നോട്ട് അപ്ലിക്കബിൾ. AS എന്താണ് അപ്ലിക്കബിൾ അല്ല. AS-22 പെർമനൻറ്റ് ഡിഫറൻസിന് അപ്ലിക്കബിൾ അല്ല. പക്ഷെ നമ്മളത് നോട്ട് ചെയ്തണം അതൊരു പെർമനൻറ്റ് ഡിഫറൻസ് ആണ്, അത് അപ്ലിക്കബിൾ അല്ലാന്ന്. അപ്പം ഇനി നമുക്ക് എത്ര കിട്ടിയത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് 0.75 ലാക്ക് കിട്ടിയാണ്. അത് ഇവിടെ ആഡ് ആക്കാം. അത് ജസ്റ്റ് ആഡ് ചെയ്യാം. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് റിവേഴ്സൽ ചെയ്തിട്ടുണ്ട്. ഡെഫേർഡ് ടാക്സ് അസറ്റേക്ക് നമ്മൾ എത്ര 0.158 ലാക്ക് നമ്മൾ റിവൈസ് ചെയ്യണം. അങ്ങനെ റിവൈസ് ചെയ്താണ് അത് മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടും എത്ര ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് 3.25 ലാക്കും ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ട് 1.192 ലാക്കും. അപ്പോൾ നമ്മൾ ഈ AS-22 ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ എഴുതിയത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ AS-22ൻ്റെ അത്യാവശ്യം ക്വസ്റ്റ്യൻസും കവർ ചെയ്തു, കൺസെപ്റ്റും കവർ ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്, ഓൺലൈൻ ക്ലാസ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉഷാറാക്കി എടുക്കണം. അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലാവാത്തതിനും ഫസ്റ്റ് ടൈം അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്തിരിക്കണം. AS-22 എല്ലാവർക്കും എല്ലാ കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.